വണക്കം. 8ാം നാളും കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടില്ല. ജനത്തിന് 8ന്റെ പണിയായെന്ന് പറഞ്ഞാൽ മതി. ചർച്ചയുടെ മേൽ ചർച്ച, ഡൽഹി യാത്ര, അങ്ങനെ രാഷ്ട്രീയ നാടകം പൊടി പൊടിക്കുകയാണ്. നാളെയെങ്കിലും തേങ്ങയുടയ്ക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവുമോ എന്നതാണ് ജനങ്ങളുടെ ചോദ്യം. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചിട്ടില്ലല്ലോ എന്ന മറു ചോദ്യം വേണ്ട. അവർ പ്രതിപക്ഷമാണ്. ഭരിക്കേണ്ടത് കോൺഗ്രസ്സാണ്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കേണ്ടതും കോൺഗ്രസ്സാണ്. എവിടെ മുഖ്യമന്ത്രിയെന്ന് ജനം ചോദിച്ചു തുടങ്ങി. ചർച്ചയും അവകാശവാദങ്ങളുമായി തിരക്കുകൂട്ടുന്ന നേതാക്കൾ ഒന്നോർത്താൽ മതി, പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങൾക്ക് അനുദിനം വില കുതിച്ചുയരുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിച്ചതോടെയാണ് ഹോട്ടൽ ഉടമകൾ ഭക്ഷണ വില കൂട്ടിയത്. ചായയ്ക്ക് 4 രൂപയും ഊണിന് 30 രൂപയുമാണ് സാധാരണ ഹോട്ടൽ ഉടമകൾ വർദ്ധിപ്പിച്ചത്. പാചകവാതക വില കൂടിയതോടെ ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്കാണ് കടന്നിരിക്കുന്നത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. കാണാം, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹോട്ടലിൽ കയറിയാൽ കീശ കീറും. ഈ ഗ്യാസിൻ്റെ വിലയും ബിരിയാണിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ടെന്നേ പറയുകയുള്ളൂ. കാരണം ഈ കോഴിക്കോടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബിരിയാണിയാണ്. കോഴിക്കോട് ബിരിയാണി കഴിക്കാതെ കോഴിക്കോട് വരുന്ന ഒരാൾ പോലും മടങ്ങി പോകാറില്ല. പക്ഷേ പോക്കറ്റ് കാലിയാകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. പിന്നെ ഈ ബിരിയാണി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ വില കൂട്ടിയോ? വില എന്തായാലും കൂട്ടണമല്ലോ. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50% റേറ്റ് കൂട്ടിയിരിക്കുന്നത് ഗ്യാസിൻ്റെ. അപ്പോൾ 50% എന്ന് പറയുമ്പം അത് ആനുപാതികമായിട്ട് വരുമ്പം അതിൻ്റെ ഇക്വേഷൻ തന്നെ എന്തായാലും 20 രൂപ മുതൽ 30 രൂപ വരെ ബിരിയാണിക്ക് കൂട്ടിയേ പറ്റുള്ളൂ. എന്നാലേ അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗ്യാസ് കൊണ്ട് മാത്രമല്ല, ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ബൈ പ്രോഡക്റ്റുകളും ഗ്യാസിൻ്റെ വില കാരണം ആ സപ്ലയറും വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കൂട്ടിയോട് ഗ്യാസിൻ്റെ ഡയറക്റ്റ് മാത്രമല്ല, ഗ്യാസോട് ഉണ്ടാക്കുന്ന നമുക്കുള്ള ആനുപാതികമായുള്ള സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ബിരിയാണിക്ക് ഇപ്പോൾ എന്താ വില? ചിക്കൻ ബിരിയാണി എങ്ങനെയാണ്? ഇപ്പം ഞങ്ങൾ ഇവിടെ നോൺ എ സിയിൽ വന്നിട്ട് 230 രൂപയുടെ ഇതിലും GST ഇപ്പോൾ കൊടുക്കുന്നത്. 240 ആക്കേണ്ടി വരും. കോഴിക്കോട്ടെ ഹോട്ടലിൽ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുൻപ് ആ ഹോട്ടലുകാരൻ ആദ്യം തരുന്നത് ചൂട് വെള്ളമാണ്. അതിനുശേഷം ചായ വന്നിട്ടുണ്ട്. നല്ല കടുപ്പത്തിലുള്ള അടിച്ച ചായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ചൂടുവെള്ളം തിളപ്പിക്കുമ്പോൾ മുതൽ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാൾ അവർക്ക് എത്ര രൂപയാണ് ചിലവ് വരുന്നതെന്ന് അടക്കമുള്ള ഒരു കഥയുണ്ട്. ആ കഥ എന്നോടൊപ്പമുള്ള സന്തോഷേട്ടൻ പറയും. സന്തോഷേട്ടൻ, ഇപ്പോൾ ഈ ചൂടുവെള്ളം ഉണ്ടാക്കുന്നത് മുതൽ വലിയ തരത്തിലുള്ള ഒരു ചിലവ് ഹോട്ടൽ ഉടമകൾ, വ്യവസായം നടത്തുന്നവരൊക്കെ നേരിടുന്നുണ്ട്. ഈ പാചകവാതകത്തിൻ്റെ വില കൂടിയതോടെ അത് വലിയ പ്രശ്നമായില്ലേ? തീർച്ചയായിട്ടും. നമുക്കിപ്പം കസ്റ്റമർ മുമ്പിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തും ഈ ഒരു ചായക്ക് മാത്രമേ വില കാണുന്നുള്ളൂ. മറ്റുള്ള അദ്ദേഹത്തിന് നൽകുന്ന സൗകര്യങ്ങളോ സർവീസിനോ ഒന്നും അദ്ദേഹത്തിന് വാല്യൂ കണക്കാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു ചായ നിർമ്മിക്കുന്ന സമയത്ത് ഈ ചായ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് വെള്ളം വെച്ച് പാല് വെച്ച് ചൂടാക്കി അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം, പാല് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതിന് വരുന്നത് എക്സ്പെൻസാണ്. നമ്മളിപ്പോൾ കണക്കൂട്ടുന്ന സമയത്ത് ഒരു വെള്ളം തിളയ്ക്കാനുള്ള കാശ് എത്ര വരും, അല്ലെങ്കിൽ ഒരു പാല് തിളയ്ക്കാനുള്ള കാശ് എത്ര വരും, ഇത് മാത്രമേ ഇവിടെ നോട്ടീസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതിന് ബേസിക്കലി പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും നമുക്ക് വരുന്ന ചെലവുകളൊന്നും ആരും നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല. ഏതായാലും ഈ ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ഈ ഗ്യാസിന് വില കൂടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളെ മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വ്യവസായം നടത്തുന്ന ആളുകളെയും അതിനോടനുബന്ധിച്ച് ജോലി ചെയ്യുന്ന ആളുകളെയും ഉൾപ്പെടെയാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24. വണ്ടി വണ്ടി നിന്നെപ്പോലെ വൈറൽ എനിക്കും തീയാണ് എന്ന പഴയ ചലച്ചിത്രഗാനം പോലെയാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകളുടെ സ്ഥിതി. അടുപ്പിലെ തീ ഇപ്പോൾ അവരുടെ മനസ്സിലും വലിയ തീയായി മാറിയിരിക്കുകയാണ്. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണം നടത്തുന്നുണ്ട്. ബഷീർ TK പറയുന്നു, ഹോട്ടലിൽ കയറുന്നവർ ആദ്യം ഫുഡിൻ്റെ വില അന്വേഷിക്കുക, എന്നിട്ട് ഓർഡർ കൊടുക്കുക. അതാണിപ്പോൾ ഏറ്റവും നല്ലത് എന്ന കാര്യമാണ്
പറയുന്നത്. രവികുമാർ PB പറയുന്നു, ഗ്യാസിൻ്റെ വില പതുക്കെ കുറഞ്ഞു വരികയാണെങ്കിൽ ഹോട്ടലുകൾ കൂട്ടിയ വില കുറയ്ക്കുമോ എന്ന കാര്യമാണ്. ഷീജ MK പറയുന്നു, കൂട്ടട്ടെ, ഹോട്ടലുകാർക്കും ജീവിക്കണ്ടേ, ഒരു യുദ്ധം വരുത്തിവെച്ച വിന എന്ന കാര്യമാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് നിരവധി പ്രേക്ഷകർ നേരത്തെ പറഞ്ഞ സംസ്ഥാനത്ത് ഇനിയും മുഖ്യമന്ത്രിയാകാത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണവും നടത്തുന്നുണ്ട്. അതിനിടെ റീന സതീശൻ്റെ പ്രതികരണം വരുന്നത്, ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ബില്ല് കൊടുക്കുമ്പോഴേക്ക് ആ കഴിച്ച ഫുഡ് അപ്പോൾ തന്നെ ദഹിക്കുന്ന അവസ്ഥയാണിപ്പോൾ എന്ന കാര്യം പറയുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിൽ രജി ചാണ്ടി പറയുന്നു, മന്ത്രിമാരെ കൂടി ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കാൻ പറയൂ, അല്ലെങ്കിൽ അതിനും സമയം പോകും, അവർ പൊതുജനത്തെ കഴുതയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. മണികണ്ഠൻ വിജീഷ് പറയുന്നു, രാഹുൽജി ഒരു CM-നെ തരൂ കേരളത്തിൽ എന്ന കാര്യമാണ് പറയുന്നത്. സദാശിവൻ പിള്ള പറയുന്നുണ്ട്, ഗവേണൻസ് ഇൻ കേരള ഈസ് ഇൻ ICU എന്ന കാര്യം പറയുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രേക്ഷകർ 24-ൻ്റെ യൂട്യൂബ് പേജിൽ, യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണിനി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിലൻസിൻ്റെ പിടിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സന്ദീപാണ് പിടിയിലായത്. ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീട് നിർമ്മാണത്തിൻ്റെ അപേക്ഷയ്ക്കായി 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB ചേരുന്നു. ജിബിൻ JB, സാധാരണക്കാരന്, വീടില്ലാത്തവന് ഒരു താങ്ങുന്ന നിലയിലാണ് ഈ ലൈഫ് പദ്ധതി ആരംഭിച്ചത്. അത്തരത്തിലുള്ള വളരെ പാവങ്ങളിൽ പാവപ്പെട്ടവരായിട്ടുള്ള ഈ സാധാരണക്കാരെ, ഈ പാവങ്ങളെയും കൊള്ളയടിക്കുന്ന തരത്തിലുള്ള, അവരിൽ നിന്ന് പോലും കൈക്കൂലി ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ജിബിൻ JB? ദിലീപ് പറ അത് തന്നെയാണ്. കാരണം സാധാരണക്കാരനായ ഒരു വീട് പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ കാലതാമസം എടുക്കുമെന്നും അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം ഈ കാരോട് വില്ലേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഈ ലൈഫ് പദ്ധതിയിൽ ഒടുവിൽ ഉൾപ്പെട്ടിരുന്നു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടതിനു ശേഷം ആദ്യ ഗഡുവിനായി അപ്ലൈ ചെയ്ത സമയത്തും ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടുള്ള സന്ദീപ് ഇയാളുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയായി 2500 രൂപ വാങ്ങിയിരുന്നു. പിന്നീട് 2ാം ഗഡു നൽകുന്ന സമയത്ത് കൈക്കൂലി വാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഈ അവസാന ഗഡു 3ാം ഗഡു നൽകുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും 2500 രൂപ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൈക്കൂലിയായി ആവശ്യപ്പെടുകയും ചെയ്തത്. തുടർന്നാണ് ഈ വീട്ടുടമ വിജിലൻസിന് ഇക്കാര്യം അറിയിക്കുന്നത്. തുടർന്ന് വിജിലൻസിന്റെ DYSP ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 2500 രൂപയിൽ ഫിനോഫ്തലിൻ നൽകിയ ശേഷം ഇയാൾക്ക് കൈമാറുന്നത്. തുടർന്ന് ഇന്ന് ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വില്ലേജ് ഓഫീസിൽ വന്ന് കൈമാറുന്നതിനിടെയാണ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. പിടികൂടുന്ന സമയത്ത് ഈ ഫിനോഫ്തലിൻ പുരട്ടിയിരുന്ന 2500 രൂപയും ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വില്ലേജ് ഓഫീസിൽ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സന്ദീപ് എന്ന് പറയുന്ന ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2016-17 കാലയളവിൽ കൊല്ലത്ത് നിന്നും സമാന രീതിയിൽ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ കേസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു വീട് പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇയാൾ 3ാമത്തെ തവണയും കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് എടുത്തു പറയേണ്ടത്. ദിലീപ് കുമാർ, വളരെ ക്രൂരമായ സംഭവം എന്ന് തന്നെ പറയാം. സാധാരണക്കാർ, പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള മനുഷ്യർക്ക്, ഒരു വീടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ആ ലൈഫ് പദ്ധതിയിൽപ്പെട്ടവരിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, കൈക്കൂലി എന്നതൊരു അവകാശമായി മാറിയിട്ടുള്ള ഇയാളെപ്പോലെയുള്ള ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കണം. ഇതാദ്യത്തെ സംഭവമല്ല എന്ന കാര്യവും ഇപ്പോൾ ജിബിൻ JB പറയുന്നുണ്ട്. നേരത്തെ കൊല്ലത്ത് അവിടെ ജോലി ചെയ്തിരുന്നപ്പോഴും സമാനമായ നിലയിൽ പാവങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായിട്ടുള്ള ആളാണ് ഈ ഉദ്യോഗസ്ഥനെന്നാണ് ഇപ്പോൾ ജിബിൻ JB റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകട്ടെ. നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ജഷിൻ ചെറുകര പറയുന്നു, പാവപ്പെട്ട ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വാരുന്ന സർക്കാർ ഓഫീസർമാരെന്ന്. നൌഷാദ് പുന്നത്തല പറയുന്നു, നാട്ടിൽ ഇത്തരം കൊള്ളക്കാരെ വളർത്തുന്നത് കാര്യസാധ്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കുന്നവർ തന്നെയാണ് കുറ്റക്കാർ. ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ ശമ്പളം കൃത്യമായി നൽകാറുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ, സുധീഷ് എമ്മൻ പറയുന്നു, ശമ്പളം കൂടാതെ കിമ്പളവും എന്ന കാര്യം. ഒട്ടുമിക്ക വില്ലേജ് ഓഫീസുകളിലും ഇത് തന്നെയാണ് സ്ഥിതി എന്ന കാര്യം
അഭിലാഷ് എറണാകുളവും പറയുന്നുണ്ട്. സംസ്ഥാനത്ത് റവന്യൂ ഉദ്യോഗസ്ഥനായാൽ പിന്നെ അഴിമതിയും കൈക്കൂലിയും അവരുടെ അവകാശമാണെന്ന വിചാരം എന്ന് മീബുസും പറയുന്നുണ്ട്. ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്, വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ തന്നെ സർക്കാർ തയ്യാറാകണം. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്താൻ തയ്യാറാവുകയും വേണം. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചതോടെ പോലീസിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യതയേറുകയാണ്. തലപ്പത്ത് മാറ്റം ഉറപ്പായതോടെ സുപ്രധാന പദവികൾ ഉറപ്പിക്കാൻ ഉദ്യോഗസ്ഥരും നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇടതു സർക്കാർ മാറ്റി നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിലെത്തിക്കാനാണ് നിലവിൽ ആലോചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തലപ്പത്തെ നിയമനങ്ങളിലും മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. കാലാവധി പൂർത്തിയാകും വരെ റവാഡ ചന്ദ്രശേഖർ തുടരുമെങ്കിലും അദ്ദേഹം DGP സ്ഥാനത്ത് തുടർന്നേക്കും. ADGP സ്ഥാനത്ത് പക്ഷേ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട്. കസേര ഉറപ്പിക്കാൻ ചരടുവലി. LDF സർക്കാരിന്റെ കാലത്ത് പല CPIM നേതാക്കന്മാർക്കും ഗവൺമെന്റ്മാരെ വാരിക്കോരി അനുവദിച്ചിരുന്നു. സുരക്ഷാ ഭീഷണിയുടെ പേരിലായിരുന്നു ഈ നടപടികൾ. പുതിയ സർക്കാർ വരുന്നതോടെ ഈ ഗവൺമെന്റ്മാരെ തിരികെ വിളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സേനയിൽ. UDF സർക്കാർ അധികാരമേൽക്കുന്നതോടെ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണിയുണ്ടാകും. DGPയെ നിലനിർത്തിയാലും ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ പ്രധാന കസേരകളെല്ലാം ഇളക്കി പ്രതിഷ്ഠിക്കും. ഇടതു സർക്കാർ മാറ്റി നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിലേക്ക് എത്തിക്കാനാണ് ആലോചന. സംസ്ഥാന പോലീസ് മേധാവി പദവിയിൽ റവാഡ ചന്ദ്രശേഖറിന് ഇനി 15 മാസം കൂടി കാലാവധിയുണ്ട്. അതിനു മുൻപ് അദ്ദേഹത്തെ മാറ്റാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമായതിനാൽ DGPയായി റവാഡ ചന്ദ്രശേഖർ തുടർന്നേക്കും. അദ്ദേഹം വിരമിക്കുന്ന 2027 ജൂലൈയിലാണ് UDF സർക്കാരിന് സ്വന്തം DGPയെ നിയമിക്കാൻ അവസരം ലഭിക്കുക. ആ പദവിയിലേക്ക് മനോജ് എബ്രഹാം എത്താനാണ് സാധ്യതകൾ ഏറെയും. മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു പടി മുന്നേ ഇറങ്ങിയിരിക്കുകയാണ് കേരള പോലീസ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്ന RCക്കും VDക്കും ഇതിനോടകം തന്നെ പൈലറ്റും എസ്കോർട്ടും അനുവദിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കാൻ സാധിക്കാത്തതിനാൽ ഇരുവരും അത് സ്വീകരിച്ചിട്ടില്ല. നിലവിൽ സംസ്ഥാനത്ത് ഇല്ലാത്തതുകൊണ്ട് മാത്രം KC വേണുഗോപാലിന് ഈ രണ്ടും അനുവദിച്ചിട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGPയെ P വിജയൻ എത്താനും സാധ്യതകൾ ഏറെയാണ്. യോഗേഷ് ഗുപ്തയും സുപ്രധാന പദവിയിലേക്ക് എത്തിയേക്കും. എന്നാൽ പുനർജനി തട്ടിപ്പ് ആരോപണത്തിൽ VD സതീഷിനെതിരായ റിപ്പോർട്ട് തയ്യാറാക്കിയത് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച പോലീസ് സേന, ആ പോലീസ് സേനയെ അടിമുടി മാറ്റാൻ ഒരുങ്ങുകയാണ് UDF. പല നിർണായക പദവികൾ നേടിയെടുക്കാനും ഉള്ളവ നിലനിർത്താനുമുള്ള നെട്ടോട്ടത്തിലാണ് പല മുതിർന്ന ഉദ്യോഗസ്ഥരും. ADGP മുതൽ SI വരെയുള്ള പദവികളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ്. ഇതിനായി ഗവൺമെന്റ്മാരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ പോലീസ് ആസ്ഥാനത്ത് ശേഖരിച്ചു തുടങ്ങി. CPM നേതാക്കളായ EP ജയരാജനും P ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും നിലവിൽ 2 ഗവൺമെന്റ്മാർ വീതമുണ്ട്. ഇതിൽ P ജയരാജന് മാത്രമാണ് സുരക്ഷാ ഭീഷണിയുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു CPM കൗൺസിലർക്ക് പോലും വ്യക്തമായ കാരണങ്ങളില്ലാതെ ഗൺമാനെ അനുവദിച്ചിട്ടുണ്ട്. ഇടതു ഭരണകാലത്ത് മാറ്റി നിർത്തപ്പെട്ടവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാകും SI, CI, DYSP സ്ഥലം മാറ്റങ്ങൾ. ജൂൺ ആദ്യത്തോടെ തന്നെ പോലീസിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാകും. ജിബിൻ JB, 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച കാര്യത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നിലയ്ക്കുന്നില്ല. മുഹമ്മദ് അലി മുളയ്ക്കൽ പറയുന്നു, മുഖ്യമന്ത്രി തീരുമാനം സമയബന്ധിതമായി നടപ്പാക്കും. രാഷ്ട്രനിർമ്മിതിയിൽ സുപ്രധാന പങ്കുവഹിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ വളർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൻ്റെ സംഘടനാ ചിട്ടവട്ടങ്ങളുണ്ട് എന്ന കാര്യം. ഏതായാലും ചിട്ടവട്ടങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ വോട്ടെണ്ണിക്കഴിഞ്ഞ് 8ാം നാളും മുഖ്യമന്ത്രിയായിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഡാൻസ് വിത്ത് ദൃശ്യ പറയുന്നു, കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇനിയും 368 ദിവസങ്ങളുണ്ടെന്ന്. അതെന്താണാവോ 3 ദിവസം കൂടി കൂടിയതെന്ന് അറിയില്ല. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ മൊസാദിനെ ഇറക്കാൻ ഹൈക്കമാൻഡെന്ന് പ്രസാദ് കെ പറയുന്നു. ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വരുന്നുണ്ട്. അതിനിടെ ഒരു വാർത്ത ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഓൺ 24 ആണ്. ആ വാർത്ത ആദ്യമായി 24-ലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്.
പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് എന്ന കാര്യമാണ്. നേരത്തെ ചിന്താ ഫ്ളാറ്റിലേക്ക് അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്ന് മാറിയേക്കും എന്ന വാർത്തയാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് എന്ന വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലാണ് വാടക വീടെടുത്തത് എന്ന കാര്യവും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത ആദ്യമായി പ്രേക്ഷകരെ അറിയിക്കുന്നത്. പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ഇതാ ക്ലിഫ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നു. ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രിക്കുള്ള ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നിന്ന് മാറുന്നത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലേക്കാണ് എന്ന കാര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ലൈനിലുണ്ട്. ഷഫീദ് റാവുത്തർ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഈ മുഖ്യമന്ത്രി ആര് എന്നതുള്ള അതേ ആകാംക്ഷ തന്നെ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിലുണ്ട്. മാത്രവുമല്ല, ക്ലിഫ് ഹൗസിൽ താമസിക്കവെയാണ് കാബൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് PB യോഗത്തിൽ പങ്കെടുക്കാൻ പോയത്. അപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് തിരികെ വരുന്നത് പ്രതിപക്ഷ നേതാവായിട്ടായിരിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയുള്ള ചർച്ചകൾ സജീവമായി നിലനിൽക്കുന്നതിനിടെ നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ കാബൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് വാടക വീട് എടുത്തിട്ടുണ്ട്. ബേക്കറി ജംഗ്ഷനിലാണ് വാടക വീട് എടുത്തിട്ടുള്ളത്. അദ്ദേഹം അല്പസമയത്തിലുള്ള ഒരുപക്ഷെ ഒരു 8 മണിക്ക് മുൻപ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തും. ശേഷം അദ്ദേഹം മടങ്ങുക ക്ലിഫ് ഹൗസിലേക്കായിരിക്കില്ല, പകരം ഈ വാടക വീട്ടിലേക്കായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ചിന്താ ഫ്ളാറ്റിലേക്ക് മാറുമോ അതല്ലെങ്കിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവായി മാറുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ചൂടുപിടിച്ച് നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ കാവൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPM കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ അവർ അനൌദ്യോഗികമായി നൽകുന്ന വിശദീകരണം ക്ലിഫ് ഹൗസിൽ നിന്ന് സാധനങ്ങളും വളർത്തുമൃഗങ്ങളും ഒക്കെ ഉണ്ട്, അതടക്കമുള്ള കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ബേക്കറി ജംഗ്ഷനിൽ വാടകയ്ക്ക് വീടെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ഇതിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് പറയുന്നില്ല. ഏതായാലും ഏതാണ്ട് 10 വർഷത്തെ ക്ലിഫ് ഹൗസ് വാസത്തിന് ശേഷം ക്ലിഫ് ഹൗസിൽ നിന്ന് കാബൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ മാറുന്നത് വാടക വീട്ടിലേക്കായിരിക്കും. ബേക്കറി ജംഗ്ഷനിൽ ആ വാടക വീട് എടുത്തിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ നിന്ന് സാധനങ്ങൾ ഇന്ന് ഉച്ച മുതൽ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പിണറായി വിജയൻ താമസിക്കുക നിലവിൽ എന്തായാലും വാടക വീട്ടിലേക്കാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിർണായകമാണ്. ചോദ്യങ്ങൾ പലതുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവാകാൻ പിണറായി വിജയൻ ഇല്ലയോ, അതല്ല ഏതെങ്കിലും തരത്തിൽ താൽക്കാലികമായ ഒരു മാറ്റത്തിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ ഈ വാടക വീട്ടിൽ കഴിയുകയും പിന്നാലെ ഈ കന്റോൺമെന്റ് ഹൗസ് റെനോവേറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം അങ്ങോട്ടേക്ക് മാറാനാണോ അദ്ദേഹത്തിന്റെ തീരുമാനം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ ഡൽഹിയിൽ നിന്ന് കാബൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തും. അതിനുശേഷം ബേക്കറി ജംഗ്ഷനിലെ പുതിയ വീട്ടിലേക്കായിരിക്കും അദ്ദേഹം പോവുക. 10 വർഷം നീണ്ട മുഖ്യമന്ത്രി സ്ഥാനം, അതിൽ അദ്ദേഹം ചിലവഴിച്ചത്രയും ക്ലിഫ് ഹൗസിലായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നാട്ടിലെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലേക്കടക്കം അദ്ദേഹം മണ്ഡലത്തിലേക്കടക്കം അദ്ദേഹം പോയി കണ്ണൂരിലെ വീട്ടിൽ താമസിക്കും. മറ്റെവിടെയും അദ്ദേഹം തങ്ങിയതായി നമുക്കറിയില്ല. പക്ഷേ ഇനി മുതൽ കുറച്ചു കാലത്തേക്ക് കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുക ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലായിരിക്കും. ദിലീപ് കുമാർ. പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറുന്നു. നേരത്തെ ഉയർന്നിരുന്ന വാർത്തകൾ, നേരത്തെ വന്നിട്ടുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ ഇതൊക്കെ തള്ളിക്കൊണ്ട് AKG സെന്ററിന് സമീപമുള്ള CPIM നേതാക്കൾക്ക് താമസിക്കാനുള്ള ഫ്ളാറ്റിലേക്ക് മാറുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. പക്ഷേ അദ്ദേഹം ആ ഫ്ളാറ്റിലേക്ക് പോകുന്നില്ല. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലേക്കാണ് അദ്ദേഹം താമസം മാറുന്നത്. അത് താൽക്കാലികമാണോ എന്ന കാര്യം മാത്രമേ അറിയാനുള്ളൂ. പ്രതിപക്ഷ നേതാക്കൾക്ക് സാധാരണ അനുവദിക്കാറുള്ളത് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് ഹൗസാണ്. കന്റോൺമെന്റ് ഹൗസ് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വരെ, അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നത് വരെ ഈ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലാണോ ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കഴിയുന്നത് എന്ന കാര്യം മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ CPIM നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലേക്ക് മാറാത്തതിനുള്ള തടസ്സം, അദ്ദേഹത്തിൻ്റെ വളർത്തുനായകളുണ്ട്, പശുക്കളുണ്ട്, ഇതിനെയൊക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തടസ്സമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അതൊക്കെ പരിഗണിച്ചാകാം അദ്ദേഹം ഇപ്പോൾ ഈ വാടക വീട്ടിലേക്ക് മാറുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പ് ബേക്കറി ജംഗ്ഷനിൽ അല്പകാലം വാടകയ്ക്ക് താമസിച്ചിട്ടുള്ളത് K. കരുണാകരനാണ്, കേരളത്തിൻ്റെ മറ്റൊരു മുഖ്യമന്ത്രി. അദ്ദേഹം അല്പകാലം ഈ ബേക്കറി ജംഗ്ഷനിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലേക്ക് മാറുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന
പിണറായി വിജയൻ നേരെ പോവുക ഈ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലേക്കായിരിക്കുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിനായി മണ്ണെടുക്കുന്നത് മൂലം ആശങ്കയിൽ ഒരു നാട്. മലപ്പുറം പുൽപ്പറ്റ പൂക്കൊളുത്തൂർ പ്രദേശത്ത് 2 കിലോമീറ്റർ പരിധിയിലെ 5 മലകൾ തുരന്നാണ് വിമാനത്താവള നവീകരണത്തിനായി മണ്ണെടുക്കുന്നത്. മഴക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കെ കടുത്ത ആശങ്കയിലാണ് ഈ നാട്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയോളം ആശങ്ക. കരിപ്പൂർ വിമാനത്താവള നവീകരണം നടക്കേണ്ടത് തന്നെ. പക്ഷെ അത് ജനങ്ങളുടെ ആശങ്ക തീരെ പരിഗണിക്കാതാകരുത്. പൂക്കളത്തൂർ എന്ന ഈ മേഖലയിലെ ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് മാത്രം 5 ഇടങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ ഇതുപോലെ മണ്ണെടുക്കുന്നത്. ഇത് വലിയ ആശങ്കയാണ് പ്രദേശവാസികൾക്ക് സൃഷ്ടിക്കുന്നത്. പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയുള്ള മണ്ണെടുപ്പ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ശുദ്ധജലക്ഷാമവും മണ്ണൊലിപ്പും ഉയർത്തുന്ന ആശങ്കകൾ വേറെയും. കുട്ടികളും സാധാരണക്കാരും ഒക്കെ നിരന്തരം ആശ്രയിക്കുന്ന ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം 7ഓളം മലകൾ യാതൊരു പാരിസ്ഥിതിക പഠനവും നടത്താതെ തികച്ചും അനധികൃതമായിട്ടാണ് ഇവിടെ നിന്ന് മണ്ണെടുക്കൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സമയക്രമങ്ങളോ ബന്ധപ്പെട്ട ചട്ടങ്ങളോ ഒന്നും പാലിക്കാതെ അനധികൃതമായി ടോറസ് ലോറികളുടെ കുതിച്ചോട്ടാണ് ഈ ചെറിയ ചെറിയ ഗ്രാമീണ റോഡുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണ്ണ് കൊണ്ടുപോകുന്ന വലിയ ലോറികൾ നിരന്തരം കടന്നു പോകുന്നതാണ് മറ്റൊരു ആശങ്ക. പൊടിശല്യം വേറെയും. 24 മണിക്കൂറും ഇവിടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കുള്ള ഗതാഗതത്തിനുള്ള പെർമിറ്റ് ഉള്ളത്. പക്ഷേ അതൊന്നുമില്ലാതെ മണ്ണ് കൊണ്ടുപോകുമ്പോൾ മൂടിയിട്ട് കൊണ്ടുപോകണം. അത്തരത്തിലൊന്നുമില്ലാതെ സ്കൂൾ സമയങ്ങളിലടക്കം ഇവിടെയുള്ള ആളുകൾക്ക് ആരോഗ്യപരമായ പൊടിപടലങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വളരെ വേഗതയിലാണ് ഈ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇത് 1 വേ റൂട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവർ ഈ ഒരു റോഡ് തന്നെ ദൂരത്തിൻ്റെ ഇതുമൂലം ഈ റോഡ് തന്നെ 2 വേ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മറ്റു യാത്രക്കാർക്ക് കൂടി തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ഇവിടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണെടുക്കണമെങ്കിൽ പരിസ്ഥിതി ആഘാത പഠനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതുവരെ മല തുരക്കൽ നിർത്തിവെക്കണം. കാര്യമായ പാരിസ്ഥിതിക പഠനങ്ങൾ നടത്താതെയാണ് വിമാനത്താവളത്തിന് വേണ്ടിയുള്ള ഈ മണ്ണെടുപ്പ്. ഇവിടെയും ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരുടെ ആശങ്കകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. വരാൻ പോകുന്നത് മഴക്കാലമാണ്. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയെ എൻകൗണ്ടറുമായി ചേരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം.